കൊച്ചി MG റോഡിലെ ആബാദ് പ്ലാസ ഹോട്ടലിൽ ദിലീപിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഗൂഢാലോചന നടത്തിയ കേസിലാണ് തെളിവെടുപ്പ്. നേരത്തെ ദിലീപിനെ കസ്റ്റഡിയിലുള്ള നടൻ ദിലീപിനെ തൊടുപുഴയിലെ ശാന്തിഗിരി കോളേജിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ദിലീപിന്റെ ജോർജ് ഏട്ടൻസ് പൂരത്തിന്റെ ലൊക്കേഷനായിരുന്നു കോളേജ്. സുരക്ഷാ ഭീഷണി ഉള്ളതിനാൽ ദിലീപിനെ വാഹനത്തിൽ നിന്ന് പുറത്തിറക്കിയില്ല. കോളേജ് പരിസരത്ത് വിദ്യാർത്ഥികളും നാട്ടുകാരുമടക്കം നിരവധി പേർ തടിച്ചുകൂടിയിരുന്നു. ആതിര അഗസ്റ്റിൻ വിവരങ്ങളുമായി. ആതിര, തെളിവെടുപ്പ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിലായി എവിടെ എത്തിച്ചാണ് ദിലീപിനെ തെളിവെടുപ്പ് നടത്തിയത്? ഇന്നിനി ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ടോ? സൈഫുദ്ദീൻ കൊച്ചിയിലെ അബാദ് പ്ലാസ ഹോട്ടലിൽ വെച്ചാണ് ഏറ്റവും അവസാനം ദിലീപിനെ തെളിവെടുപ്പിനായി എത്തിച്ചത്. ഇന്ന് രാവിലെ പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ച ദിലീപിനെ പല സ്ഥലങ്ങളിലായി തെളിവെടുപ്പ് നടത്തുകയായിരുന്നു. തെളിവെടുപ്പ് നടത്തണം എന്ന ആവശ്യത്തിലാണ് ഇന്ന് പോലീസിന് കസ്റ്റഡിയിൽ കോടതി അനുവദിച്ചു നൽകിയത്. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രധാനമായും 3 സ്ഥലങ്ങളിലാണ് ഇന്ന് തെളിവെടുപ്പ് നടത്തിയത്. തൊടുപുഴയിലും അതിനെ തുടർന്ന് കൊച്ചിയിലെ വിവിധ ഭാഗങ്ങളിലുമായി തെളിവെടുപ്പ് നടത്തി. ഇന്ന് രാവിലെ തൊടുപുഴയിൽ ആളുകളുടെ ജനരോഷത്തെ തുടർന്ന് വാഹനത്തിൽ നിന്ന് ഇറക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അതേസമയം കൊച്ചിയിലെത്തിയപ്പോൾ കൊച്ചിയിൽ ജനങ്ങൾ കൂക്കി വിളിച്ചുകൊണ്ട് തന്നെയാണ് ദിലീപിനെ സ്വാഗതം ചെയ്തത്. പക്ഷേ കൊച്ചിയിൽ ഈ അബാദ് പ്ലാസ ഹോട്ടലിൽ വെച്ച് ഗൂഢാലോചന നടത്തി എന്നാണ് പോലീസ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇതേ തുടർന്ന് ഈ ഹോട്ടലിലെ 410 നമ്പർ റൂമിൽ വെച്ച് തെളിവെടുപ്പ് ഗൂഢാലോചന നടത്തുകയും കേസുമായി ബന്ധപ്പെട്ട് അന്ന് അമ്മ എന്ന സംഘടന അമ്മയുടെ നേതൃത്വത്തിൽ നടന്ന താരപരിപാടികളുടെ സമയത്താണ് ഈ ഗൂഢാലോചന നടത്തിയത്. അത് 2013-ലാണ്. ഈ ഗൂഢാലോചന നടത്തിയത് 410 നമ്പർ മുറിയിൽ വെച്ചാണ്. ഇവിടെയാണ് ദിലീപിനെ ഇപ്പോൾ അവസാനം എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ കാര്യം അല്ലെങ്കിൽ ഇത്രയും നിർണായകമായ ഗൂഢാലോചന നടന്നത് ഈ ഹോട്ടലിൽ വെച്ചായിരുന്നു. ഈ ഹോട്ടലിൽ വെച്ചുള്ള ഗൂഢാലോചനയെ തുടർന്നാണ് പൾസർ സുനിയുമായി ദിലീപ് നേരിട്ട് കാണുകയും ഈ ഹോട്ടലിൽ വെച്ച് നേരിട്ട് പോലീസിന്റെ തെളിവെടുപ്പ് തുടരുകയാണ്. ആതിര അഗസ്റ്റിനാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.